नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। श्री चैतन्य मनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरुं वैष्णवां च श्रीरूपं साग्रजातं सहगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्य देवं श्रीराधा कृष्णपादान् सहगण ललिता श्री विशाखान्वितां च। हे कृष्णा करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിവിടെ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 3-ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്, കർമ്മയോഗം. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാൻ യജ്ഞം ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഒരു വ്യക്തി യജ്ഞം ചെയ്യണം? യജ്ഞത്തിനല്ലാതെയുള്ള എല്ലാ കർമ്മങ്ങളും, ഭഗവാന്റെ പ്രീതിക്കല്ലാതെയുള്ള എല്ലാ കർമ്മങ്ങളും ഒരു ജീവനെ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞു. യജ്ഞത്തിലൂടെ ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള എല്ലാ ഭൗതിക സൗകര്യങ്ങളും ലഭിക്കുകയും അവസാനം പരമമായിട്ടുള്ള ലക്ഷ്യം ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു, 13-ാമത്തെ ശ്ലോകത്തിൽ യജ്ഞത്തിനായി സമർപ്പിച്ച യജ്ഞപ്രസാദം കഴിക്കുന്നത് കൊണ്ട്, സ്വീകരിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിയുടെ എല്ലാവിധ പൂർവ കർമ്മദോഷങ്ങളും ഇല്ലാതാകും. യജ്ഞത്തിന് സമർപ്പിക്കാതെ ഭക്ഷണം സ്വീകരിക്കുന്നത് പാപമാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു വ്യക്തിക്ക് ശരീരം നിലനിർത്തുന്നതിനും യജ്ഞം സഹായിക്കും എന്ന് പറഞ്ഞു. കാരണം അന്നം ഭുജിക്കുന്നതിലൂടെയാണ്, അന്നം സ്വീകരിക്കുന്നതിലൂടെയാണ് ശരീരം നിലനിൽക്കുന്നത്. അന്നം ഉണ്ടാകുന്നതിനുള്ള തരത്തിലുള്ള മഴ പെയ്യാൻ യജ്ഞം സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഭൂമിയിൽ മനുഷ്യനാവശ്യമായിട്ടുള്ള ധാന്യങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം ധാരാളമായിട്ട് സുഭിക്ഷമായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടി യജ്ഞം സഹായിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞ കർമ്മ സമുദ്ഭവ.
14-ാമത്തെ ശ്ലോകം. 15-ാമത്തെ ശ്ലോകം അതിന്റെ തുടർച്ച തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അന്നാൻ ഭവന്തി ഭൂതാനി, എല്ലാ ജീവജാലങ്ങളും അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അന്നം സ്വീകരിക്കുന്നതിലൂടെയാണ് അവർ ശരീരം നിലനിർത്തുന്നത്. പർജന്യാൻ അന്നസംഭവ, ധാന്യങ്ങൾ ഉണ്ടാകുന്നതിന് ആവശ്യമായിട്ടുള്ള യഥോചിതമായിട്ടുള്ള യഥാകാലത്തിലുള്ള മഴ പെയ്താലാണ് അന്നമുണ്ടാകുന്നത്. യജ്ഞാൻ ഭവതി പർജന്യം, അങ്ങനെയുള്ള മഴയുണ്ടാകണമെങ്കിൽ, ധാന്യം ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള മഴയുണ്ടാകണമെങ്കിൽ യജ്ഞങ്ങൾ ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത്. യജ്ഞാൻ ഭവതി പർജന്യോ യജ്ഞ കർമ്മസമുദ്ഭവ. യജ്ഞം എന്ന് പറയുന്നത് കർമ്മങ്ങളാണ്, വിധിപ്രകാരമുള്ള വേദവിധി പ്രകാരമുള്ള കർമ്മങ്ങളാണ് എന്നാണ് പറയുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരമുള്ള കർമ്മങ്ങളല്ല, വിധിപ്രകാരമുള്ള കർമ്മമാണ് യജ്ഞം എന്ന് പറയുന്നത്. ആ കർമ്മത്തിനെ കുറിച്ച് എവിടെയാണ് പ്രതിപാദിക്കുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 15-ാമത്തെ ശ്ലോകത്തിൽ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മ അക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അപ്പോൾ ആ കർമ്മങ്ങൾ വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള കർമ്മങ്ങളാണ്. വേദങ്ങൾ എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ആ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് 15-ാമത്തെ ശ്ലോകം വായിക്കാം. അതിൽ എന്തെല്ലാമാണ് പറയുന്നതെന്ന് നോക്കാം. 15-ാമത്തെ ശ്ലോകം കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മ അക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ, അതിനുശേഷം നമ്മൾ നോക്കാം. വായിച്ചോട്ടെ പ്രഭുജി. ലീലാമാധവജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. വേദങ്ങളിൽ നിയന്ത്രിത കർമ്മവിധികൾ വിവരിച്ചിട്ടുണ്ട്. പരമദിവ്യോത്തമ പുരുഷനിൽ നിന്ന് നേരിട്ട് ഉത്ഭവിച്ചതാണ് വേദങ്ങൾ. അതിനാൽ സർവവ്യാപകമായ അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിലാണ് എന്നെന്നും കുടികൊള്ളുന്നത്. ഭാവാർത്ഥം: ഈ ശ്ലോകത്തിൽ യജ്ഞാർത്ഥ കർമ്മത്തെ, അതായത് ശ്രീകൃഷ്ണപ്രീതിക്ക് മാത്രമുള്ള കർമ്മത്തെ വീണ്ടും വിശദമായി വിവരിക്കുന്നു. യജ്ഞപുരുഷനായ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്താനാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിർദ്ദേശം തേടേണ്ടത് ബ്രഹ്മത്തിൽ അഥവാ ദിവ്യമായ വേദത്തിൽ നിന്നാണ്. കർമ്മസംബന്ധിയായ നിർദ്ദേശങ്ങളുടെ സമാഹാരമാണ് വേദങ്ങൾ. വേദോപദിഷ്ടമല്ലാത്ത കർമ്മം വികർമ്മം, ആധികാരികമല്ലാത്തതും പാപകരവുമാകുന്നു. കർമ്മത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വേദവിധി അനുസരിച്ച് പ്രവർത്തിക്കണം. സാധാരണ ജീവിതത്തിൽ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടതുപോലെ തന്നെ ഒരാൾ ഭഗവത് സാമ്രാജ്യത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. പരമദിവ്യോത്തമ പുരുഷന്റെ സർവേശ്വരന്റെ ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് നേരിട്ട് രൂപം കൊണ്ടവയാണ് വേദനിർദ്ദേശങ്ങൾ. അസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതം ഏതദ്യത് ഋഗ്വേദോ യജുർവേദ സാമവേദ അഥർവാംശി ഗിരസഹ. അതായത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളും ശ്രീ ഭഗവാന്റെ ശ്വസനത്തിൽ നിന്നുണ്ടായവയാണ്. ബൃഹന്നാരദീയോപനിഷത്ത് 4:5-11 ബ്രഹ്മസംഹിതയിൽ പറയുന്നത് പോലെ സർവശക്തനായ അവിടത്തേക്ക് ശ്വാസത്തിലൂടെ സംസാരിക്കുവാൻ കഴിയും. ഓരോ ഇന്ദ്രിയത്തിലൂടെയും അറ്റേന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യാൻ പ്രയാസമില്ല. ശ്വാസം കൊണ്ട് സംസാരിക്കാം, ദൃഷ്ടി കൊണ്ട് ഗർഭോത്പാദനം നടത്താം. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ വീക്ഷണമേറ്റ ഭൗതിക പ്രകൃതിയിൽ നിന്ന് സകല ജീവജാലങ്ങളും ഉദ്ഭവിച്ചു എന്ന് പറയപ്പെടുന്നു. ഭൗതിക പ്രകൃതിയുടെ ഗർഭാശയത്തിൽ ബദ്ധരായ ആത്മാക്കളെ ഉൽപ്പാദിപ്പിച്ച ശേഷം ആ ആത്മാക്കൾ ദൈവസന്നിധിയിലേക്ക് തിരിച്ചെത്തേണ്ടത് എങ്ങനെയെന്ന് ഭഗവാൻ വൈദിക വിജ്ഞാനത്തിലൂടെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിലെ ബദ്ധരായ ജീവാത്മാക്കൾക്കെല്ലാം ഭൗതിക സുഖാസ്വാദനത്തിലാണ് ആസക്തി എന്ന് നമ്മൾ ഓർക്കണം. അവർക്ക് ആ വഴിപിഴച്ച ആഗ്രഹങ്ങൾ നിറവേറ്റി നിത്യാസുഖങ്ങൾ അനുഭവിച്ച ശേഷം ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്താൻ ഉതകുന്ന വിധത്തിലുള്ളവയാണ് വേദങ്ങളുടെ നിർദ്ദേശങ്ങൾ. ബദ്ധരായ ജീവാത്മാക്കൾക്ക് മുക്തി നേടാൻ അവ വഴിവെക്കുന്നു. അവർ കൃഷ്ണാവബോധവാന്മാരായി വൈദിക നിർദ്ദേശം അനുസരിച്ചുള്ള യജ്ഞപരിപാടികൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കണം. ഈ വൈദിക നിർദ്ദേശങ്ങൾ അനുഷ്ഠിക്കാൻ കഴിവില്ലാത്തവർക്കും കൃഷ്ണാവബോധത്തിന്റെ സിദ്ധാന്തങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാം. അവ വൈദിക യജ്ഞാനുഷ്ഠാനങ്ങളുടെ ഫലം ചെയ്യും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ലീലാമാതാജി. ഹരേ കൃഷ്ണ.
അപ്പോൾ യജ്ഞാർത്ഥ കർമ്മങ്ങൾ, ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള കർമ്മങ്ങൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള കർമ്മങ്ങളല്ല എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം ഇത് ഭഗവാൻ ഇഷ്ടമാകും എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല ഈ യഥാർത്ഥ യജ്ഞകർമ്മങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ. അത് നമ്മൾ വേദങ്ങളിൽ നിന്നും മനസ്സിലാക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി. ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്നറിയണമെങ്കിൽ അത് വേദങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെ, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് അത് ഭഗവാന് സന്തോഷമാകും എന്ന് നമ്മൾ സങ്കല്പിച്ചത് കൊണ്ട് കാര്യമില്ല. ഭഗവാൻ പറയുന്നു ആ കർമ്മങ്ങളൊക്കെ നമ്മൾ വേദവിധി അനുസരിച്ച് വേദങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയുന്നത്. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി. ബ്രഹ്മം എന്നിവിടെ പറയുന്നത് വേദങ്ങളെയാണ്. ബ്രഹ്മ അക്ഷര സമുദ്ഭവം. കാരണം എന്താണ്? ആ വേദങ്ങൾ ഒന്നും മനുഷ്യർ രചിച്ചിട്ടുള്ളതല്ല, അത് ഭഗവാനിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. ബ്രഹ്മ അക്ഷര സമുദ്ഭവം. അപ്പോൾ ഈ മുഴുവൻ ലോകത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ള ഭഗവാൻ തന്നെയാണ് വേദങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളത്. വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം എന്ന് ഭഗവാൻ പറയുന്നു. വേദങ്ങളെ രചിച്ചിട്ടുള്ളതും വേദങ്ങളിലൂടെ അറിയപ്പെടേണ്ടവനും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ഭഗവാന് ഈ ലോകത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നിർദ്ദേശിക്കാനും സാധിക്കും. അല്ലെ, ഇത്രയും വലിയ വലിയ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും സൗരയൂഥങ്ങളും ഒക്കെ ഭഗവാൻ സൃഷ്ടിച്ചു. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചു. ആ ജീവജാലങ്ങളുടെ ഇടയിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള മനുഷ്യനെയും ഭഗവാൻ സൃഷ്ടിച്ചു. ആ മനുഷ്യർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം നൽകാനും ഭഗവാന് സാധിക്കും. ഇത്രയും സൃഷ്ടി നടത്താൻ ഭഗവാന് സാധിക്കുമെങ്കിൽ ആ സൃഷ്ടിയിൽ മനുഷ്യർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം നൽകാനും വേദങ്ങളിലൂടെ നിർദ്ദേശം നൽകാനും ഭഗവാന് സാധിക്കും. അല്ലെ, ഭഗവാന് വേദങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. അപ്പോൾ ഇത് ഓരോ കമ്പനിയും അതിൻ്റെ ആ ഉൽപ്പന്നത്തോടൊപ്പം ഒരു കാറ്റലോഗ് കൊടുക്കുന്നത് പോലെയാണ്. ഒരു കമ്പനിയിൽ പോയി നമ്മൾ ഏതെങ്കിലും ഒരു ഉപകരണം, ഒരു വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ, ഒരു ഫ്രിഡ്ജ്, ഒരു TV അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ്, ഏതെങ്കിലും ഒരു ഉപകരണം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞ കമ്പനി ആ ഉപകരണത്തിന്റെ കൂടെ തന്നെ ഒരു ടിവിയുടെ കൂടെ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ കൂടെ ഒരു കാറ്റലോഗ് കൂടി തരും, അതിന്റെ മാനുവൽ തരും. ഇതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്. ഇങ്ങനെ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് കൂടുതൽ കാലം നിലനിൽപ്പുണ്ടാവും, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കും. ഇതിന് ഇന്ന മോഡലൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കും, പലതരത്തിൽ ഇതിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എന്നുള്ള വിശദീകരണം ഒക്കെ എവിടുന്ന് കിട്ടും? ആ ഉപകരണം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള കമ്പനിയിൽ നിന്ന് കിട്ടും. കമ്പനിക്കറിയാം, കാരണം കമ്പനിയാണത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ ഭഗവാനാണ് ഈ ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരും എങ്ങനെ പ്രവർത്തിക്കണം, ഏതെല്ലാം രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് പറയാനും ഏത് രീതിയിൽ പ്രവർത്തിച്ചാൽ എന്തായിരിക്കും ഫലം എന്നൊക്കെ ഭഗവാന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഭഗവത് പ്രീതിക്കായിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അങ്ങനെ ഭഗവത് പ്രീതിക്കായി പ്രവർത്തിച്ച് എങ്ങനെയാണ് മുക്തി മാർഗത്തിലേക്ക് എത്തേണ്ടത് എന്ന് വിശദമായിട്ട് വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവത് പ്രീതിക്കായിട്ടുള്ള പ്രവർത്തനം വേദങ്ങൾ അനുസരിച്ചിട്ടുള്ള പ്രവർത്തനമായിരിക്കണം എന്നാണ് ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. ഭഗവാൻ പല സ്ഥലത്തും ഇത് പറയുന്നുണ്ട്. തസ്മാ ശാസ്ത്രം പ്രമാണത്തെ കാര്യാകാര്യ വ്യവസ്ഥിതു. ശാസ്ത്രം അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ എന്ന് ഭഗവാൻ മറ്റു പല സ്ഥലത്തും പറയുന്നുണ്ട്. അപ്പോൾ വേദമനുസരിച്ചിട്ടുള്ള കർമ്മത്തെയാണ് യഥാർത്ഥത്തിൽ കർമ്മം എന്ന് പറയുന്നത്. വേദമനുസരിക്കാത്ത കർമ്മങ്ങളൊക്കെ വികർമ്മമായിട്ടാണ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കർമ്മമായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ കർമ്മം എന്ന് നമ്മൾ പറയണമെങ്കിൽ അത് വേദമനുസരിച്ചുള്ള
കർമ്മമായിരിക്കണം എന്നാണ് പറയുന്നത്. ആ വേദമനുസരിച്ചുള്ള കർമ്മം എന്തിനാണ് സഹായിക്കുന്നത് എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, ഈ ഭൗതിക ലോകത്തിൽ തന്നെ സുഖമായിട്ട് ജീവിക്കാൻ വേദത്തിലെ കർമ്മങ്ങൾ, യജ്ഞങ്ങൾ നമ്മളെ സഹായിക്കും. ഈ ഭൗതിക ലോകത്തിൽ പോലും സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾക്ക് യജ്ഞം ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ലോകത്തിലെ ജീവിതത്തിനും ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നതിനും യജ്ഞകർമ്മങ്ങൾ സഹായിക്കും എന്നാണ് പറയുന്നത്. അത് വേദത്തിന്റെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം എന്ന് പറഞ്ഞു ആ പാരഗ്രാഫിന്റെ അവസാന ഭാഗത്ത്, ഭാവാർത്ഥത്തിന്റെ അവസാന ഭാഗത്ത് ശ്രീല പ്രഭുപാദർ പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. ഇനി അഥവാ വേദവിധികൾ അനുഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കലിയുഗത്തിൽ ആർക്കും വേദങ്ങളൊന്നും പഠിക്കാനുള്ള അവസരം ഉണ്ടാവുന്നില്ല. അല്ലെ, കലിയുഗം ഭാഗ്യമില്ലാത്തവരാണ് കലിയുഗത്തിൽ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അല്ലെ, ഭഗവാനെ കുറിച്ച് അറിയാനുള്ള വഴികൾ വളരെ കുറവായിട്ട്, വേദപഠനം, യജ്ഞാചരണം ഇതൊന്നും കലിയുഗത്തിലില്ല. അതുകൊണ്ടാണ് ഭാഗ്യമില്ലാത്തവരാണ് കലിയുഗത്തിൽ ജനിക്കുക എന്ന് ഭാഗവതത്തിൽ പറയുന്നു. പ്രായണ അല്പായുഷ സദ്യ കലാവസ്മിൻ യുഗേജന മന്ദാ സുമന്ദമതയോ മന്ദഭാഗ്യാഹി ബദ്ധ. ഭാഗ്യമില്ല, കാരണം അവർക്ക് ഭഗവാനെ കുറിച്ച് ശരിയായിട്ടുള്ള അറിയാനുള്ള മാർഗമൊന്നുമില്ല. വേദങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല, യജ്ഞങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല, മറ്റു പല കാര്യങ്ങളുമാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഭാഗ്യമില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിലും കുഴപ്പമില്ല എന്നാണ് ശ്രീല പ്രഭുപാദരുടെ വിശദീകരിക്കുന്നത്. വേദങ്ങളൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനുള്ള അവസരമില്ലെങ്കിലും കുഴപ്പമില്ല. എന്ത് ചെയ്താൽ മതി? നേരിട്ട് ഭക്തിയോഗത്തിലെ പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ട് അത് പ്രവർത്തിച്ചാൽ മതി എന്നാണ് പറയുന്നത്. നേരിട്ട് ഭക്തിയോഗത്തിലെ കാര്യങ്ങൾ ചെയ്താൽ മതി. അതൊക്കെ യജ്ഞങ്ങൾ തന്നെയാണ്. ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും യജ്ഞമാണ്. ഭക്തിയോഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും യജ്ഞമാണ്. ശ്രവണമായാലും കീർത്തനമായാലും വിഷ്ണു സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം, പാദസേവനം, ഇതെല്ലാം യജ്ഞമാണ്. ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അല്ലെ, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മത്തെയാണ് യജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തിയിലെ സേവനങ്ങൾ നിരന്തരമായി ചെയ്യുന്ന വ്യക്തിക്ക് പിന്നെ വേദകർമ്മങ്ങൾ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വേദകർമ്മങ്ങളെക്കാൾ ഉപരിയാണ് യഥാർത്ഥത്തിൽ ഭക്തിയോഗത്തിലെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ ശ്രീല പ്രഭുപാദർ അവസാനം പറയുന്നത്, ഈ വൈദിക നിർദ്ദേശങ്ങൾ അനുഷ്ഠിക്കാൻ കഴിവില്ലാത്തവർക്കും കൃഷ്ണാവബോധത്തിന്റെ സിദ്ധാന്തങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാം. അവ വൈദിക യജ്ഞാനുഷ്ഠാനങ്ങളുടെ ഫലം ചെയ്യും. കലിയുഗത്തിൽ നമുക്ക് നേരിട്ട് വൈദികമായിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്യാനുള്ള അവസരമില്ല. അതുകൊണ്ട് നേരിട്ട് ഭക്തിയോഗത്തിലെ സേവനങ്ങൾ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ യജ്ഞത്തിന്റെ ഫലം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പൊ ഭക്തി സേവനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി മറ്റ് യജ്ഞങ്ങൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ ചെയ്യുന്നതൊക്കെ യജ്ഞം തന്നെയാണ്. നാമം ജപിക്കുന്നത് യജ്ഞമാണ്. യജ്ഞാനം ജപയജ്ഞോസ്മി. ഭഗവാൻ തന്നെ അതിനെ യജ്ഞമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഭഗവാന്റെ നാമം ജപിക്കുന്നത് യജ്ഞാനാം ജപയജ്ഞോസ്മി. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട യജ്ഞമാണ് നാമജപം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ഭക്തന്മാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അടുക്കളയിൽ ഭഗവാന് വേണ്ടി നിവേദ്യം പാകം ചെയ്യുന്നുണ്ട്, ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യുന്നുണ്ട്, ഭഗവാന്റെ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പല വിധത്തിൽ സഹായിക്കുന്നുണ്ട്. അതൊക്കെ യജ്ഞമാണ്. അങ്ങനെയുള്ള വ്യക്തികൾ, ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യുന്ന വ്യക്തികൾ പിന്നീട് വീണ്ടും വേദങ്ങളിൽ എന്തൊക്കെ യജ്ഞമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കി അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ ഭക്തി സേവനം ചെയ്യുന്നതിലൂടെ തന്നെ യജ്ഞത്തിന്റെ ഫലമൊക്കെ കിട്ടിക്കോളും. ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഭക്തി സേവനത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് യജ്ഞം ചെയ്യുന്നതിന്റെ ഫലം എന്ന് പറയും. ഇത് ശ്രീല പ്രഭുപാദരുടെ സ്വന്തം ഒരു അഭിപ്രായം പറയുന്നതല്ല. ഇത് ഭഗവത്ഗീതയിൽ 8-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ തന്നെ അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിവിടെ ശ്രീല പ്രഭുപാദർ എടുത്തെഴുതി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശ്രീല പ്രഭുപാദർ ഒന്നും സ്വന്തമായിട്ട് എഴുതുന്നില്ല. എല്ലാം ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ ശ്രീല പ്രഭുപാദർ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് 8-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകത്തിൽ കാണാൻ സാധിക്കും.
വൈദിക നിർദ്ദേശങ്ങൾ അനുഷ്ഠിക്കാൻ കഴിവില്ലാത്തവർക്കും കൃഷ്ണാബോധത്തിന്റെ സിദ്ധാന്തങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാം. അവ വൈദിക യജ്ഞാനുഷ്ഠാനങ്ങളുടെ ബലം ചെയ്യുമെന്നാണ് പറയുന്നത്. വേദങ്ങളൊക്കെ പഠിച്ച് അതിനനുസരിച്ച് യജ്ഞം, കൃത്യമായിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ അനുസരിച്ച് യജ്ഞം ചെയ്യുന്നതിന്റെ ബലം എന്ത് ചെയ്താൽ കിട്ടും? ഭഗവാന്റെ ഭക്തി സേവനങ്ങൾ ചെയ്താൽ കിട്ടുമെന്നാണ് പറയുന്നത്. അത് 8-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വേദേഷു യജ്ഞേഷു തപസ്സു ചെയ്വ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത് സർവമിതം വിദിത്വാ യോഗി പരം സ്ഥാനം ഉപേതി ചാദ്യം. വേദേഷു യജ്ഞേഷു തപസ്സു ചെയ്വ, ഭക്തിമാർഗം സ്വീകരിച്ചത് കൊണ്ട് വേദപഠനം, യജ്ഞാചരണം, ദാനം, കാമ്യകർമ്മങ്ങൾ എന്നിവയാൽ നേടാവുന്ന പുണ്യങ്ങളൊന്നും മനുഷ്യന് നഷ്ടപ്പെടുന്നില്ല. ഭഗവത് സേവനം കൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ പുണ്യങ്ങളെല്ലാം ഭക്തന് ലഭിക്കുന്നു. കൂടാതെ അവസാനം അയാൾ സനാതനമായ പരമധാമത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഭക്തിയുടെ ആ ഒരു മനോഹാരിത, ആ ഒരു ഉത്കൃഷ്ടത, അതാണ്. നമ്മൾ വേറെ വേറെ വേദകർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ വേറെ യജ്ഞങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭക്തിയിൽ പറഞ്ഞിട്ടുള്ള സേവനങ്ങളൊക്കെ ചെയ്താൽ മതി. കാരണം അതെല്ലാം യജ്ഞമായിട്ട് കണക്കാക്കപ്പെടും. അതുകൊണ്ട് ദാനം ചെയ്യുന്നതിന്റെയും യജ്ഞം ചെയ്യുന്നതിന്റെയും തപസ് ചെയ്യുന്നതിന്റെ എല്ലാം ഫലം ഭക്തി സേവനങ്ങൾ ചെയ്യുന്നതിലൂടെ കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ആ വ്യക്തി വേദങ്ങളിലെ മറ്റു യജ്ഞങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു മനോഹാരിത. അതാണ് ശ്രീലപ്രഭാതർ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. കലിയുഗത്തിൽ നമ്മൾക്കൊന്നും അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് ശ്രീലപ്രഭാതർക്ക് അറിയാം. അതുകൊണ്ടാണ് ആ കാര്യം ഇവിടെ എടുത്ത് എഴുതിയിട്ടുള്ളത്. ഭഗവാൻ എന്താണ് പറയുന്നത്? വേദങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. പക്ഷെ നമ്മൾക്ക് അതിന് സാധിക്കില്ല എന്നറിയാം. അതുകൊണ്ടാണ് ഭക്തി മാർഗത്തിലെ കാര്യങ്ങൾ ചെയ്താൽ മതി, വേദങ്ങൾ നമ്മൾക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള കാര്യം ശ്രീലപ്രഭാതൻ നമുക്ക് എടുത്തു പറഞ്ഞു തരുന്നത്. കാരണം ഭഗവത്ഗീത എന്ന് പറയുന്നത് എല്ലാ യുഗത്തിലേക്കുമുള്ള അനുശാസനമാണ്. കലിയുഗത്തിലേക്ക് മാത്രമല്ല, എല്ലാ യുഗത്തിലേക്കും ഇതേ നിർദ്ദേശമാണ് ഭഗവാൻ നൽകുന്നത്. അപ്പോൾ ആചാര്യന്മാരാണ് നമ്മൾക്ക് ഓരോ യുഗത്തിലേക്കും എന്താണ് അനുയോജ്യമായിട്ടുള്ളത് എന്ന് എടുത്ത് പറഞ്ഞു തരുന്നത്. അല്ല, ഇതേ കാര്യം തന്നെയാണ് ഭഗവാൻ ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനു ഇക്ഷാകവേ അബ്രവേ. ഇതേ ഭഗവത്ഗീത ഭഗവാൻ വിവസ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യദേവന് ലക്ഷക്കണക്കിന് വർഷം മുന്നേ മറ്റൊരു യുഗത്തിൽ, മറ്റൊരു മന്വന്തരത്തിൽ, ഇതേ മന്വന്തരത്തിൽ മറ്റൊരു യുഗത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കലിയുഗമല്ല, പക്ഷെ നിർദ്ദേശം അത് ഇത് തന്നെയാണ്. അപ്പോൾ ഓരോ കാലത്തിനും അനുയോജ്യമായിട്ടുള്ള നിർദ്ദേശം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആചാര്യന്മാരിലൂടെയാണ്. അപ്പോൾ കലിയുഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ് ശ്രീലപ്രഭുപാദർ. അതുകൊണ്ട് ശ്രീലപ്രഭുപാദർ പറയുന്നു, നമ്മൾക്ക് ആ വേദയജ്ഞങ്ങളൊന്നും അനുസരിക്കാൻ സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്ത് ചെയ്താൽ മതി? ഭക്തി സേവനങ്ങൾ നിർവഹിച്ചാൽ മതി. അത് യജ്ഞങ്ങൾ ചെയ്യുന്നതിന്റെ അതേ ഫലം തന്നെയാണ് നൽകുന്നത് എന്ന് ഭഗവത്ഗീതയെ തന്നെ അടിസ്ഥാനമാക്കിയിട്ടാണ് ശ്രീലപ്രഭുപാദർ വിശദീകരിക്കുന്നത്. അപ്പൊ ഇനി ആ യജ്ഞം ചെയ്തിട്ടില്ലെങ്കിൽ, അങ്ങനെയുള്ള യജ്ഞം ചെയ്യാത്ത വ്യക്തികളെ കുറിച്ച് ഭഗവാന്റെ അഭിപ്രായം എന്താണ്? ഈ യജ്ഞത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. കലിയുഗത്തിൽ 99% ആളുകൾ അങ്ങനെ തന്നെയാണ്. 99% ആളുകളും വെറും സ്വന്തം ഇഷ്ടപ്രകാരമുള്ള കർമ്മം, മനസ്സിൽ തോന്നിയതൊക്കെ ചെയ്യുക, അടുത്ത ജീവിതത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ജീവിതത്തിൽ തന്നെ എങ്ങനെ ശ്രേയസ് ഉണ്ടാകും എന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. എന്താണോ മനസ്സിൽ തോന്നിയത് അതൊക്കെ ചെയ്യുക. മനസ്സിന്റെ അടിമകളായിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരെ കുറിച്ച് ഭഗവാന്റെ അഭിപ്രായം ഉണ്ടാകും എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ അഘായുരിന്ദ്രിയാരാമോ മോഹം പാർത്ഥസ ജീവതി. നമുക്ക് വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. 16-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭു. ഈ മാതാജി വായിച്ചോളൂ.
ഹരേ കൃഷ്ണ. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയാ അകാരീന്ദ്രിയാരാമോ മോഘം പാർത്ഥ സജീവത്തെ. പ്രിയപ്പെട്ട അർജുന, വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിക്കുന്നവൻ പാപം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. ഇന്ദ്രിയ സന്ദർപ്പണത്തിനു വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന അവന്റെ ജീവിതം ഫലമില്ലാത്തതാണ്. കഠിനമായി പ്രവർത്തിക്കുകയും ഇന്ദ്രിയ സുഖം അനുഭവിക്കുകയും ചെയ്യുക എന്ന സാമ്പത്തിക സിദ്ധാന്തത്തെ ഭഗവാൻ ഇവിടെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഭൗതിക ലോകത്തിൽ സുഖിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അതുകൊണ്ട് മുൻപറഞ്ഞ പോലെ യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അത്തരം നിയമങ്ങൾ അനുസരിക്കാത്തവർ അധികമധികം ശബ്ദമായി തീരുന്ന ഒരു അപായ സാധ്യതയുള്ള ജീവിതം നയിക്കുന്നു. കർമ്മയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം എന്നീ 3 വഴികൾ ഏതിലൂടെയായാലും ശരി, പ്രകൃതി നിയമം അനുസരിച്ച് മനുഷ്യജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ്. പാപപുണ്യങ്ങൾക്ക് അതീതമായ അതീന്ദ്രിയ പ്രജ്ഞയുള്ളവർക്ക് ഈ ചടങ്ങുകൾ മുറപ്രകാരം ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഇന്ദ്രിയ സുഖാസക്തരായവർ യജ്ഞാനുഷ്ഠാനങ്ങൾ കൊണ്ട് സ്വയം ശുദ്ധീകരിക്കാൻ തന്നെ വേണം. കർമ്മങ്ങൾ പലവിധമുണ്ട്. കൃഷ്ണാബോധമില്ലാത്തവർ ഇന്ദ്രിയാനുഭൂതികൾ മുഴുകിയിരിക്കുകയാൽ അവർക്ക് പുണ്യപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആവശ്യമാണ്. ഇന്ദ്രിയ സുഖപ്രാപ്തിക്കായുള്ള കർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ കുടുങ്ങിപ്പോവാതെ തന്നെ അവരുടെ ഭോഗേച്ഛകൾ നിറവേറ്റാവുന്ന വിധത്തിലാണ് യജ്ഞപരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമ്മുടെ പരിശ്രമ ഫലമല്ല ഈ ലോകത്തിലെ ഐശ്വര്യം. ഭഗവാന്റെ പശ്ചാത്തല സംവിധാനത്തിനനുസരിച്ച് ദേവന്മാർ തയ്യാറാക്കുന്നതാണ്. അതുകൊണ്ട് വേദത്തിൽ പറയുന്ന പ്രകാരം അതാത് ദേവന്മാർക്കായി യഥാസമയം യജ്ഞങ്ങൾ നടത്തപ്പെടുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അതും കൃഷ്ണാവബോധ പരിശീലനം തന്നെ. യജ്ഞാനുഷ്ഠാനത്തിൽ പരിശീലനം സിദ്ധിച്ചവർ തീർച്ചയായും കൃഷ്ണാവബോധം നേടും. അതല്ല, യജ്ഞാദികൾ ചെയ്തിട്ടും കൃഷ്ണാവബോധം ഉദിക്കുന്നില്ലെങ്കിൽ അത്തരം വൈദിക വിധികൾ വെറും സന്മാർഗ നിയമങ്ങളായേ കരുതാൻ പറ്റുകയുള്ളൂ. ഒരാൾ തന്റെ പുരോഗതി നീതി സംഹിതയിൽ മാത്രം ഒതുക്കി നിർത്തിയത് കൊണ്ടായില്ല. കൃഷ്ണാവബോധം പ്രാപിക്കുന്നതിലേക്കായി അതിനപ്പുറം കടക്കണം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു ശ്രീനിവാദി. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ യജ്ഞ നിർദ്ദേശങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇന്ദ്രിയ തൃപ്തി നേടാം, സ്വന്തം പദ്ധതി അനുസരിച്ച് എനിക്ക് സുഖമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാം, എനിക്ക് സുഖമായിട്ട് ജീവിക്കാം, എനിക്ക് ഈശ്വരന്റെ നിർദ്ദേശങ്ങളൊന്നും അനുസരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വേദങ്ങളുടെ നിർദ്ദേശമൊന്നും അനുസരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ. അവരെ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അവർക്ക് ഇവിടെ പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾക്ക് പുറകിൽ ഈശ്വരന്റെ നിയമമുണ്ട്, ഒരു പ്രത്യേക നിയമം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊന്നും മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല. അവര് പറയുന്നത് എന്താണ്? അസത്യം അപ്രതിഹതം ജഗതാഹു അനീശ്വരം. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല, അസത്യം. ഇതങ്ങനെ താനേ ഉണ്ടായതാണ് അല്ലെ? ഈ ലോകം എന്ന് പറയുന്നത് ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായി അല്ലെ? ബിഗ് ബാങ് തിയറി, ഒരു വലിയ പൊട്ടിത്തെറിയിലൂടെ ലോകമുണ്ടായി. അതിന് പുറകിൽ ആരുമില്ല, അതിന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല അല്ലെ? പിന്നീട് ജീവൻ പരിണമിച്ചുണ്ടായി. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് അനുസരിക്കേണ്ട ഒരു നിയമമുണ്ട്, പ്രകൃതിയിൽ ഒരു നിയമമുണ്ട് എന്നൊന്നും അവര് അംഗീകരിക്കുന്നില്ല. ആ ഒരു സിസ്റ്റം അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ചക്രം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഭഗവാന്റെ ഒരു സിസ്റ്റമാണ്. ഭഗവാൻ ആ സിസ്റ്റത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. എന്താണ് സിസ്റ്റം? അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാൻ അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞ കർമ്മ സമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മ അക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഒരു ജീവന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എവിടെയാണ്? നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. യജ്ഞത്തിലാണ് മനുഷ്യന്റെ അല്ലെങ്കിൽ ജീവന്റെ ഭയമില്ലാത്ത നിലനിൽപ്പ്. അവന്റെ സ്ഥാനം യജ്ഞം ചെയ്യുക എന്നുള്ളതാണ്. യജ്ഞം ചെയ്യുന്ന സമയത്ത് അവന് പിന്നെ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, പ്രകൃതി ശക്തികളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവന് പൂർണ്ണ സംരക്ഷണം ഉണ്ടാകും. ഭയമില്ലാതെ സ്വച്ഛന്തമായിട്ട് സമാധാനപൂർണമായിട്ട് സന്തോഷത്തോടു കൂടി
ഭഗവാന്റെ സംരക്ഷണത്തിൽ അവന് ജീവിക്കാൻ സാധിക്കും. അതാണ് ഭഗവാന്റെ സിസ്റ്റം, ഭഗവാന്റെ പദ്ധതി അതാണ്. അപ്പോൾ യജ്ഞകർമ്മങ്ങളിലേക്ക് വരണം ഒരു വ്യക്തിക്ക് സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കാനായിട്ട്. അതിലൂടെ അവന്റെ ശരീരം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം അവന് കിട്ടിക്കോളും. ആവശ്യത്തിന് അന്നം ഉൽപ്പാദിപ്പിക്കുന്ന മഴ പെയ്യും, ദേവന്മാർ സന്തുഷ്ടരാകും, അവർക്ക് ആവശ്യമായിട്ടുള്ള ഐശ്വര്യങ്ങളെല്ലാം ലഭിക്കും. അപ്പൊ എല്ലാം ലഭിക്കുന്നത് യജ്ഞത്തിലൂടെയാണ്. നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ജീവന്റെ നിലനിൽപ്പ് തന്നെ യജ്ഞത്തിലാണ്. സഹ യജ്ഞാ പ്രജാ സൃഷ്ട. യജ്ഞം ചെയ്യാൻ വേണ്ടിയാണ് ഭഗവാൻ ജീവനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അതറിയാതെ, അതൊന്നും അറിയാതെ, ഞാൻ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ എൻ്റെ പദ്ധതി അനുസരിച്ച് സുഖമായിട്ട് ജീവിക്കും എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി, ഏവം പ്രവർത്തിതം ചക്രം, ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് എന്നൊന്നും പരിഗണിക്കാത്ത ഒരു വ്യക്തി അല്ലെ, ആ വ്യക്തിയെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട് അല്ലെ. ആ ഗവൺമെന്റ് ഒരുപാട് നിയമങ്ങൾ ഗവൺമെന്റിന്റെ കീഴിൽ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾക്ക് പോലീസിനെ പേടിക്കാതെ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഞാൻ ആ നിയമങ്ങളൊന്നും അനുസരിക്കില്ല എന്ന് പറഞ്ഞ് നിയമങ്ങളൊക്കെ തെറ്റിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ആ ഗവൺമെന്റിനെ പേടിക്കേണ്ടി വരും, നിയമപാലകരെ പോലീസിനെയൊക്കെ പേടിക്കേണ്ടി വരും, അങ്ങനെ ഭയന്ന് ജീവിക്കേണ്ടി വരും. അതേപോലെ തന്നെയാണ് ഭഗവാന്റെ ഈ ലോകത്ത്, എല്ലാ ലോകവും ഭഗവാന്റേത് തന്നെയാണ്, സർവ്വലോക മഹേശ്വരം. ഏത് ലോകത്ത് ജീവിക്കുകയാണെങ്കിലും ഭഗവാന്റെ ഈ ഒരു നിയമങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ നിയമമൊക്കെ പാലിക്കുന്ന ഒരു നല്ല പൗരന് ഗവൺമെന്റിനെ പേടിക്കാതെ, പോലീസിനെ പേടിക്കാതെ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത് പോലെ ഭഗവാന്റെ നിയമങ്ങൾ അനുസരിക്കുന്നവന് ഭഗവാനെയോ ഭഗവാന്റെ കിങ്കരന്മാരെയോ ദേവന്മാരെയോ മറ്റ് പ്രകൃതി ശക്തികളെയോ ഒന്നും പേടിക്കാതെ സന്തോഷമായിട്ട് അവരുടെ സഹകരണത്തോടുകൂടി പരസ്പരം ഭാവയന്ത പരമശ്രേയമപ്സ്യത, അവരെല്ലാവരും സന്തുഷ്ടരാകും, അവർ നമ്മളെ സഹായിക്കും അല്ലെ. നിയമം നല്ല പാലിക്കുന്ന ആളുകളെ പോലീസ് സഹായിക്കും, നല്ല പോലീസാണെങ്കിൽ. അതുപോലെ ജീവിക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ കുറിച്ച് ഭഗവാൻ എന്താണ് പറയുന്നത്? അഘായുരിന്ദ്രിയാരാമോ മോഹം പാർത്ത സജീവതി. അഘായു, അവൻ പാപം മാത്രം ചെയ്യുന്ന വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം പ്രവർത്തിക്കുന്നു. അഘായു ഇന്ദ്രിയാരാമ, ഇന്ദ്രിയങ്ങൾ എന്തൊക്കെയാണോ പറയുന്നത് അത് മാത്രമാണ് അവൻ ചെയ്യുന്നത്. അവൻ ബുദ്ധിയുടെ നിലവാരത്തിലേക്ക് വരുന്നില്ല, ഇന്ദ്രിയങ്ങളുടെ നിലവാരത്തിൽ പ്രവർത്തിക്കാനല്ല ഭഗവാൻ പറയുന്നത്. ഇന്ദ്രിയങ്ങൾ നമ്മളെ താഴോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. മനസ്സും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ബുദ്ധിയെ ശരണം പ്രാപിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ബുദ്ധൗ ശരണമന്വിച്ച കൃപണാ ഫലഹേതവ. ആ ബുദ്ധി എവിടുന്നാണ് വരുന്നത്? ബുദ്ധി ഭഗവാനിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പരമാത്മാവിന്റെ നിർദ്ദേശമാണ് ബുദ്ധി എന്ന് പറയുന്നത്. ബാക്കിയുള്ള നിർദ്ദേശങ്ങളൊക്കെ ആരുടെ നിർദ്ദേശമാണ്? മനസ്സിന്റെയോ ഇന്ദ്രിയങ്ങളുടെയോ നിർദ്ദേശമായി. അപ്പോൾ നമ്മൾ ഒന്നുകിൽ പാലിക്കുന്നത് മനസ്സിന്റെയോ ഇന്ദ്രിയങ്ങളുടെയോ നിർദ്ദേശമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പാലിക്കുന്നത് ഭഗവാന്റെ നിർദ്ദേശമായിരിക്കും. ഇത് രണ്ട് മാത്രമേ നമ്മൾക്ക് ഓപ്ഷൻ ഉള്ളൂ. ഒന്നുകിൽ നമ്മൾ മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ അനുസരിച്ച് പ്രവർത്തിക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ പ്രവർത്തിക്കുന്നവനായിരിക്കും. അപ്പോൾ ഭഗവാന്റെ നിർദ്ദേശം സ്വീകരിക്കാത്തത് കൊണ്ട് അവൻ തീർച്ചയായിട്ടും ആരുടെ നിർദ്ദേശം സ്വീകരിക്കേണ്ടി വരും? ഇന്ദ്രിയങ്ങളുടെ നിർദ്ദേശം സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അവൻ ഇന്ദ്രിയാരാമനാണ്. ഇന്ദ്രിയങ്ങളെ അനുസരിച്ചാണ് അവൻ പ്രവർത്തിക്കുന്നത്. അവൻ വിചാരിക്കും ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം ചെയ്യുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് ഇന്ദ്രിയങ്ങളുടെ അടിമയായിട്ടാണ് അവൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ആരുടെയും അടിമയല്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കും, പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ടും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും നിർദ്ദേശം അനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയെ ഭഗവാൻ പറയുന്നു ഇന്ദ്രിയാരാമ. അഘായുരിന്ദ്രിയാരാമോ മോഘം സപാർത്ഥ ജീവതി. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതം കൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ്
ഭഗവാൻ ചോദിക്കുന്നു. അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിനെ കുറിച്ച് അറിയുന്നില്ല. ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ല എന്നാണ് വിചാരിക്കുന്നത്. മരിക്കുന്നത് വരെ സുഖമായിട്ട് തിന്നുക, കുടിക്കുക, സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്യുക, അങ്ങനെ അങ്ങോട്ട് ജീവിക്കുക, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിന്റെ ലക്ഷ്യം അറിയാത്തത് കൊണ്ട് ഭഗവാൻ ചോദിക്കുന്നു, മോഹം പാർത്ഥസ ജീവിതം, അവന്റെ ജീവിതം തന്നെ നിഷ്ഫലമായി പോകും, പ്രയോജനമില്ലാതായി പോകും എന്നാണ് പറയുന്നത്. കാര്യമില്ലാത്ത ജീവിതമായി പോകും എന്നാണ് ഭഗവാൻ അവരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ നമ്മൾ എന്തായാലും ഇങ്ങനെയുള്ള ആ നിർദ്ദേശങ്ങളെ കുറിച്ച്, ഭഗവാന്റെ നിയമം എന്താണ്, ഭഗവാന്റെ ഇഷ്ടം എന്താണ് എന്നൊക്കെ അറിഞ്ഞ് ആ നിർദ്ദേശപ്രകാരം തന്നെ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ശിലപ്രഭാതർ പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. നമ്മുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടല്ല നമ്മൾക്ക് ഐശ്വര്യം ഉണ്ടാവുന്നത്, അല്ലെ? ഞാൻ വളരെ കഠിനമായിട്ട് പ്രയത്നിക്കും, അങ്ങനെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നേടും എന്നാണ് ഒരു വ്യക്തി വിചാരിക്കുന്നത്. പക്ഷെ എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാവരും കഠിനമായിട്ട് പ്രവർത്തിക്കുന്നു, അവരവരുടെ കഴിവിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു. പക്ഷെ എല്ലാവർക്കും ഒരേ ഫലമല്ല ലഭിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ കഠിന പ്രയത്നത്തിനെ മാത്രം ആശ്രയിച്ചല്ല ആ വ്യക്തിക്ക് ജീവിതത്തിൽ സുഖവും ഐശ്വര്യങ്ങളും ഒക്കെ ലഭിക്കുന്നത്. അതിന് ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ്. ദേവന്മാരുടെ സഹായം മനുഷ്യന് ആവശ്യമാണ്. കാരണം ദേവന്മാരുടെ നിയന്ത്രണത്തിലാണ് ജലം, അഗ്നി, വായു, ആകാശം, ഭൂമി, ഇതിൽ നിന്നുള്ള വിഭവങ്ങളൊക്കെ ദേവന്മാരുടെ നിയന്ത്രണത്തിലാണ്. അത് നമ്മുടെ സ്വന്തം കഠിന പ്രയത്നം കൊണ്ട് മാത്രം നമ്മൾക്ക് ലഭിക്കുന്നതല്ല എന്ന് നമ്മൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കഠിന പ്രയത്നം ചെയ്താൽ ജീവിത വിജയം നേടാം എന്നുള്ള ഒരു ആപ്തവാക്യം, അതാണ് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത്. മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ അതാണ് പഠിപ്പിക്കുന്നത്, അല്ലെ? നിങ്ങൾ കഠിനമായിട്ട് പ്രയത്നിക്കുക, നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ആളുകളെ ഓടിക്കും, അല്ലെ? അങ്ങനെ അതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവരൊക്കെ ആരാണ്? അഘായുർ ഇന്ദ്രിയാരാമോ മോഹം പാർത്ഥസ ജീവിതം. ഭഗവാനെ കണക്കാക്കാതെ സ്വന്തം ശക്തി കൊണ്ട് ജീവിത വിജയം നേടാം എന്ന് വിചാരിക്കുന്നവരാണ് അവരൊക്കെ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെയുള്ള യജ്ഞകർമ്മങ്ങളിലൂടെ മുന്നേറി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് പുണ്യം ലഭിക്കും, ആ വ്യക്തിക്ക് ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ ഉണ്ടാകും, അതേപോലെ ഹൃദയശുദ്ധിയും ഉണ്ടാകും. മനസ്സിന്റെ ശുദ്ധീകരണം യജ്ഞകർമ്മങ്ങളിലൂടെ ഉണ്ടാകും. മനസ്സ് ശുദ്ധമാകുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെ? ഒരു വ്യക്തിയുടെ പാപങ്ങളൊക്കെ തീർന്ന് ഭൂതാമദ്ഭാവമാകത ഭഗവാൻ പറയും. ശുദ്ധഹൃദയന്മാരാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. മനഃശുദ്ധി ഇല്ലാതെ ഭഗവാന്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ യജ്ഞങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് മനഃശുദ്ധി ഉണ്ടാകും. അവസാനം ആ വ്യക്തി ഭഗവാനെ കുറിച്ച് മനസ്സിലാകും. അങ്ങനെ അവസാനം ഭക്തി സേവനത്തിലേക്ക് വരാനും സാധിക്കും. അപ്പൊ അവിടെയും ശിലപ്രഭാതർ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഒരു വ്യക്തിക്ക് യജ്ഞകർമ്മങ്ങളിലൂടെ ശുദ്ധനായിട്ട് ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാം, അതല്ലെങ്കിൽ നേരിട്ട് കൃഷ്ണാബോധം സ്വീകരിക്കുകയും ചെയ്യാം. നേരിട്ട് കൃഷ്ണാബോധം സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സമില്ല. അതല്ലാതെ യജ്ഞങ്ങളൊക്കെ ചെയ്തിട്ടും ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് പറയുന്നത്. എല്ലാ യജ്ഞങ്ങളുടെയും ഉദ്ദേശം എന്താണ്? അവസാനം ഹൃദയശുദ്ധി ഉണ്ടാവുക, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുക, ഭഗവാന്റെ ഭക്തിയിലേക്ക് വരിക. അതെ, ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാ പ്രപദ്യത്തെ. അപ്പൊ ഇതിന്റെയൊക്കെ ഉദ്ദേശം, യജ്ഞത്തിന്റെയൊക്കെ ഉദ്ദേശം ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുക എന്നുള്ളതാണ്. ഭഗവാനെ കുറിച്ച് ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ ആ വ്യക്തി ഭഗവാനെ ശരണം പ്രാപിക്കുകയും ഭഗവാന്റെ ഭക്തനായിട്ട് മാറുകയും ചെയ്യണം. അതാണ് യജ്ഞത്തിന്റെ ഉദ്ദേശം. അല്ലാതെ യജ്ഞം ചെയ്യുകയാണ് എൻ്റെ ജീവിതധർമ്മം എന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. പ്രാചീന ബർഹിഷത്ത്, അദ്ദേഹം വേദങ്ങളൊക്കെ പഠിച്ചു, യജ്ഞങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി, അദ്ദേഹം യജ്ഞം ചെയ്യുകയാണ് എൻ്റെ ജീവിതധർമ്മം എന്ന് വിചാരിച്ച് ലോകത്തിലെ എല്ലാ സ്ഥലത്തും പോയി യജ്ഞം ചെയ്തു, അല്ലെ? നാരദ മഹർഷി അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ യജ്ഞങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും
ഭഗവാനെ മനസ്സിലാക്കാതെയാണ് യജ്ഞം ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആ യജ്ഞത്തിന്റെ കർമ്മഫലങ്ങളും വിപരീത കർമ്മഫലങ്ങളും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഇതല്ല യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ജീവിത ലക്ഷ്യം. യജ്ഞത്തിലൂടെ ശുദ്ധി നേടി അവസാനം ഭഗവാന്റെ ഭക്തിയിലേക്ക് വരിക. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത എന്ന് അവിടെയും നാരദ മഹർഷി പ്രജേതസ്സുകൾക്ക് നിർദ്ദേശിക്കുന്നത്. അതാണ് യജ്ഞത്തിന്റെയും ഉദ്ദേശം. വാസുദേവ പരോ യജ്ഞ, വാസുദേവ പരോ മഖ. മഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞമാണ്. വാസുദേവ പരം ജ്ഞാനം. ജ്ഞാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ വാസുദേവനെയാണ്. യജ്ഞത്തിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ടതും ഭഗവാന്റെ സേവനത്തിലാണ് എന്ന് ഭാഗവതത്തിൽ വിശദീകരിക്കുക. അപ്പോൾ അതാണ് യഥാർത്ഥ ലക്ഷ്യസ്ഥാനം. ഇതെല്ലാം വഴികളാണ്, ഭഗവാനിലേക്ക് എത്തുന്നതിനുള്ള വ്യത്യസ്ത വഴികളാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അല്ലാതെ അത് ലക്ഷ്യമല്ല. ലക്ഷ്യം എന്താണ്? ഭഗവാൻ വാസുദേവൻ തന്നെയാണ് ലക്ഷ്യം. വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ശുദ്ധി നേടി ഭഗവാനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതിലിവിടെ യജ്ഞകർമ്മമാണ് ഭഗവാൻ നമുക്ക് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ യജ്ഞം ലക്ഷ്യമല്ല, അത് മാർഗമാണ് എന്ന് ശിലപ്രഭാതർ നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. യജ്ഞത്തിൽ നമ്മൾ കുടുങ്ങി പോരുത് എന്നാണ്. അല്ല, അവസാനം ഭഗവാന്റെ സേവനത്തിൽ തന്നെ എത്തിച്ചേരണം എന്നാണ് നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അവസാനത്തെ സെന്റൻസ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ഒരാൾ തന്റെ പുരോഗതി നീതി സംഹിതയിൽ മാത്രം ഒതുക്കി നിർത്തിയത് കൊണ്ടായില്ല, കൃഷ്ണാബോധം പ്രാപിക്കുന്നതിലേക്കായി അതിനപ്പുറം കടക്കണം. അല്ലെ, ഇങ്ങനെ തിരിയിടണം, അങ്ങോട്ട് വടക്കോട്ട് തിരിച്ചു വെക്കണം, തെക്കോട്ട് തിരിച്ചു വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ മറന്നു അവസാനം. എന്തിനാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ആരുടെ തൃപ്തിക്ക് വേണ്ടിയാണ് എന്നറിയാതെ കുറെ നിയമങ്ങൾ മാത്രം പഠിച്ചത് കൊണ്ട് കാര്യം അല്ലെ. വേറൊരാൾ തെറ്റായി ചെയ്യുന്ന സമയത്ത് നമ്മൾ നിയമം പറയും, അതങ്ങനെയല്ല, ഇങ്ങനെയാണ്, നിങ്ങളെന്താണ് ഇങ്ങനെ ചെയ്തത്, നിങ്ങളെന്താണ് 1 തിരിയിട്ടത്, 2 തിരിയിട്ടത്, 5 തിരിയിട്ടത് എന്നൊക്കെ ചോദിക്കും. എന്തിനാണ് തിരിയിടുന്നത് എന്ന് മറന്നുപോകും. ആർക്ക് വേണ്ടിയാണ്, ആരുടെ തൃപ്തിക്ക് വേണ്ടിയാണ് എന്ന് മറന്നു പോകരുത്. നിയമങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, പക്ഷെ ആ നിയമത്തിന്റെ ലക്ഷ്യവും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ലക്ഷ്യം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ചെയ്യുന്നതൊക്കെ ലക്ഷ്യമറിയാതെയുള്ള പ്രവർത്തനമായി പോകും. വേദമാതരതന്മാരായി മാറും. വേദമാതരതാപ നാണ്യതസ്ഥിതി വാദിന. വേദങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? എല്ലാം ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തണം എന്നാണ് ശിലപ്രഭാതര വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് യജ്ഞം അനുസരിക്കാതെ പ്രവർത്തിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് ഭഗവാന്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അവര് ചെയ്യുന്നതൊക്കെ ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ പാപം ചെയ്യും. അതുകൊണ്ട് അവരുടെ ജീവിതം നിഷ്ഫലമായി പോകും എന്നാണ് ഭഗവാൻ അവരെ കുറിച്ച് പറയുന്നത്. കഴിഞ്ഞ ശ്ലോകം എവിടുന്നാണ് ഈ യജ്ഞം വരുന്നത്? യജ്ഞം വേദങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. വേദം ഭഗവാനിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട്